ഹായ് കൂട്ടുകാരെ, ഈ വർഷം അതായത് 2024 ഒന്നാം ക്ലാസ്സിലെയും 3, 5, 7, 9 എന്നീ ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങളും പഠന പ്രവർത്തനങ്ങളും മാറിയല്ലോ. ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകവും അതിനോടനുബന്ധിച്ച് വന്ന പുതിയൊരു പുസ്തകമായ കുഞ്ഞെഴുത്ത് എന്ന സചിത്ര പുസ്തകവും നമുക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ. ഇത് കേരള പാഠാവലി കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകം, ഒന്നാം ക്ലാസ്സിലെ സചിത്ര പുസ്തകമാണ് ഇത്. ഇതിൽ കുട്ടികൾക്ക് എഴുതാനായി കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകം എന്ന പേജിൽ കുട്ടിയുടെ പേര്, വീട്ടുപേര്, കുട്ടിയുടെ നാട്, സ്കൂൾ, ക്ലാസ്, കുട്ടിയുടെ ടീച്ചറുടെ പേര് എന്നിവ എഴുതാൻ കുട്ടികൾക്ക് അവസരമുണ്ട്. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് പുതിയ പാഠപുസ്തക രചനയിലെ ശില്പശാലയിൽ പങ്കെടുത്ത വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ പേരുകളും അവരുടെ സ്കൂളും ജില്ലയും നൽകിയിട്ടുണ്ട്. പിന്നീട് കുട്ടികളോട് എന്ന ഭാഗത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പുസ്തകം നിങ്ങൾക്ക് നിറം നൽകുവാനും വരയ്ക്കാനുമുള്ളതാണ്. എഴുതാനുള്ള ധാരാളം അവസരങ്ങളും ഇതിലുണ്ട്. പരിചയപ്പെടുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ വാക്യങ്ങൾ ഭംഗിയായി എഴുതണം. അവ കഥയായും പാട്ടായും മാറും. കണ്ട കാഴ്ചകളും കണ്ടെത്തലുകളും കുറിക്കാനും ഇടമുണ്ട്. ഒപ്പം സംയുക്ത ഡയറിയും എഴുതണേ. പ്രവർത്തന പുസ്തകം നിങ്ങളുടെ തേൻമൊഴികൾ എഴുതി പൂർണ്ണമാക്കുക. ഇതാണ് ആദ്യ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. പിന്നീട് ഉള്ളടക്കം എന്ന പേജിൽ ഒന്നാമത്തെ പാഠം മുതൽ 9 പാഠം വരെയുള്ള ഉള്ളടക്കം നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ പാഠം പറവകൾ പാറി, രണ്ടാമത്തെ പൂവ് ചിരിച്ചു, 3 ആർപ്പോ ഇർറോ, 4 പിറന്നാൾ സമ്മാനം, 5 മണ്ണിലും മരത്തിലും, 6 പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം, 7 തിളങ്ങുന്ന കൂട്ടുകാർ, 8 പെയ്യട്ടങ്ങനെ പെയ്യട്ടെ, 9 ആഹാ എന്താ സ്വാദ്. ഇതാണ് നമ്മളുടെ യൂണിറ്റുകളുടെ പേരുകൾ. ഇനി നമുക്ക് ഒന്നാമത്തെ പാഠവും അതിൻ്റെ സചിത്ര ഡയറിയും അതിൻ്റെ സചിത്ര പുസ്തകവും പരിചയപ്പെടാം. ഇതാണ് പറവകൾ പാറി എന്ന പാഠത്തിൻ്റെ സചിത്ര പുസ്തകം. ഇതിൽ 2 മേഘങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നീട് ഒരു മരത്തിൻ്റെ ഔട്ട്ലൈനും നൽകിയിട്ടുണ്ട്. ഇതിൽ പച്ച A4 വെച്ച് പിച്ചി ചെറിയ കഷ്ണങ്ങളാക്കി മരത്തിൽ ഒട്ടിക്കുകയാണ് വേണ്ടത്. പിന്നീട് മരത്തിൻ്റെ താഴ്ഭാഗത്ത് ബ്രൗൺ ക്രയോൺ ഉപയോഗിച്ച് നിറം നൽകുകയാണ് വേണ്ടത്. പിന്നീട് മേഘങ്ങൾക്ക് നീല നിറം നൽകണം. ഇനി മഞ്ഞക്കിളികൾ പറക്കുന്നതാണ് ഒട്ടിക്കേണ്ടത്. മഞ്ഞ A4 എടുത്ത് ചെറിയ വൃത്തങ്ങളായി വരച്ച് വെട്ടിയെടുത്ത് ഇതുപോലെ മടക്കി കിളികളുടെ തലയും വാലും കാലും ചുണ്ടും കണ്ണും വരച്ച് ചേർക്കണം. ഇനി ഇവിടെ എഴുതാനുള്ളത് പട 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 പട, പറവകൾ പാറി, പട 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 പറവകൾ പാറി. അടുത്ത പേജിൽ ഒരു മരവും കുറേ കിളികളെയും തന്നിട്ടുണ്ട്. ഇതിൽ തത്ത, പൊന്മാൻ, കുരുവി, മൂങ്ങ, കാക്ക, മൈന എന്നീ കിളികൾക്ക് പ്രത്യേകം നിറം നൽകേണ്ടതുണ്ട്. ബാക്കി വരുന്നവ മഞ്ഞ നിറം നൽകി മഞ്ഞക്കിളികളാക്കി മാറ്റുക. ഇതിൽ മരങ്ങൾക്കും
ചെടികൾക്കും നിറം നൽകി ഭംഗിയാക്കേണ്ടതുണ്ട്. ഇനി എഴുതാനുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം. പട 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 പറവകൾ പാറി, തന 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 തനു തിന താന. ഇനി അടുത്ത പേജിൽ കലപില കലപില പറവകൾ പാടി, തന 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 തൂവലു താ. അടുത്ത പേജിൽ കുറേ കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേലേക്കും മുകളിലേക്കും പറക്കുന്നത് കാണാം. ഇവർക്ക് നിറം നൽകുകയാണ് വേണ്ടത്. അവർ നിറം താ, നിറം താ, നിറം താ എന്ന് പറയുന്നതുണ്ട്. അവിടെ നിറം താ എന്നാണ് എഴുതേണ്ടത്. ഇനി ഈ പക്ഷികൾക്ക് നിറം നൽകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുകളിൽ തന്നിട്ടുള്ള 4 കിളികളുടെ ചിത്രങ്ങൾ പരിശോധിക്കുക. അതിൽ ആദ്യത്തെ മഞ്ഞ നിറമുള്ള അമ്പടയാളമുള്ള കളത്തിലെ കിളി താഴേക്കാണ് പറക്കുന്നത്. അപ്പോൾ താഴേക്ക് പറക്കുന്ന കിളികൾക്കെല്ലാം മഞ്ഞ നിറം നൽകണം. ഇനി രണ്ടാമത്തെ അമ്പടയാളം വലത്തോട്ട് പറക്കുന്ന കിളിയാണ്. അതിന് ചുവപ്പ് നിറമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വലത്തോട്ട് പറക്കുന്ന കിളികൾക്കെല്ലാം ചുവപ്പ് നിറമാണ് നൽകേണ്ടത്. ഇനി മുകളിലേക്ക് തന്നിട്ടുള്ള അമ്പടയാളത്തിൻ്റെ നിറം നീലയാണ്. അപ്പോൾ മുകളിലേക്ക് പറക്കുന്ന എല്ലാ കിളികൾക്കും നീല നിറമാണ് നൽകേണ്ടത്. ഇനി ഇടത്തോട്ട് പറക്കുന്ന കിളികൾക്ക് പച്ച നിറമാണ് നൽകേണ്ടത്. അതിൻ്റെ അമ്പടയാളത്തിന് പച്ച നിറമാണുള്ളത്. അപ്പോൾ ഇടത്തോട്ട് പറക്കുന്ന കിളികൾക്കെല്ലാം പച്ച നിറവുമാണ് നൽകേണ്ടത്. ഈ പ്രവർത്തനത്തിന് ശേഷം ഈ പാട്ട് കുട്ടികളുമായി ഒത്ത് പാടുകയാണ് വേണ്ടത്. ചിറകടിച്ച് ചിറകടിച്ച് വന്നതാണ് പറവകൾ, ഇടത്തോട്ട് ചിറകടിച്ച് വന്നതാണ് പറവകൾ, വലത്തോട്ട് ചിറകടിച്ച് വന്നതാണ് പറവകൾ, ഉയർന്നുയർന്ന് ചിറകടിച്ച് വന്നതാണ് പറവകൾ, താഴ്ന്നു താഴ്ന്നു ചിറകടിച്ച് വന്നതാണ് പറവകൾ, മല കടന്ന് പുഴ കടന്ന് വന്നതാണ് പറവകൾ. ഈ പാട്ട് കുട്ടികളുമായി അഭിനയിച്ച് വലത്, ഇടത്, താഴെ, മുകളിൽ എന്നീ ഭാഗങ്ങൾ അഭിനയിച്ച് കുട്ടികളോടൊപ്പം പാടുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് 1-ാം ക്ലാസ്സിലെ 1-ാമത്തെ യൂണിറ്റായ മലയാളത്തിലെ പറവകൾ പാറി എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഇതിൽ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒരു മരത്തിൽ കാക്ക, തത്ത എന്നിവ ഇരിക്കുന്നതാണ്. കാക്കകളും തത്തകളും, പ്രാവുകളുണ്ട്, താഴെ പൊന്മാനുണ്ട്, മയിലുണ്ട്, മഞ്ഞക്കിളികൾ പറന്നു വരുന്നുണ്ട്. ഇതെല്ലാമാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. മഞ്ഞക്കിളികൾ ദേശാടന കിളികളാണ്. അവർ മറ്റൊരു നാട്ടിലേക്ക് പറന്നു വരികയാണ് ഭക്ഷണത്തിനായി. ഇനി ഒരു പാട്ടാണ് കുട്ടികൾക്ക് പാടിക്കൊടുക്കേണ്ടത്. അവർ ഏറ്റുപാടുകയും മഞ്ഞ ഷാള് അങ്ങനെ വല്ല വസ്തുക്കളും ഉപയോഗിച്ച് ചിറകുകളാക്കി അഭിനയിക്കുകയുമാണ് ഈ ഭാഗത്ത് ചെയ്യേണ്ടത്. പാട്ടൊന്ന് പാടി നോക്കാം. ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ, വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിറങ്ങി നാട്ടിൽ, മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങളവരെ വിളിച്ചു, തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകളവരെ വീശി,
നാട്ടുകിളികളിൽ ചിലരിതു കണ്ട് കലപില കൂട്ടാനെത്തി. പരദേശികളാം പറവകളിവിടെ ചേക്കേറരുതെന്നായി. തളർന്ന കിളികൾ ചിറകും വീശി പറന്നു പൊങ്ങാൻ നിൽക്കെ, മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി. ദേശമതേതായാലും നമ്മൾ പറവകളെന്നതു നേര്. ദേശമതേതായാലും നമ്മൾ പറവകളെന്നതു നേര്. ഈ പാട്ടിൽ പറയുന്നത് മറ്റൊരു ദേശത്തിൽ നിന്നും എത്തിയ മഞ്ഞക്കിളികളെ ഭക്ഷണത്തിനായി മരക്കൊമ്പിൽ ഇരിക്കാൻ മറ്റു കിളികൾ സമ്മതിച്ചില്ല. അവരെ ആട്ടി ഓടിക്കാൻ നിൽക്കുമ്പോൾ ഈ നാട്ടിലെ തന്നെ നല്ല സ്വഭാവമുള്ള കിളികൾ അവരോടൊപ്പം ചേർക്കുകയും അവർക്കും പഴങ്ങൾ നൽകാമെന്ന് പറയുകയുമാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും കുട്ടികൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി ഉള്ള മനസ്സുണ്ടാകാനും ഈ പാട്ടും ഈ അഭിനയവും ഈ കഥയും ഉപകരിക്കും. ഇനി ഒന്ന് പറവകൾ പാറി. ഇനി താഴെയുള്ളത് വായിക്കാം. പട 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 പറവകൾ പാറി. തന 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 തനു തിന താന. ഇനി അടുത്ത പേജിൽ കലപില കലപില പറവകൾ പാടി. തന 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 തനു തിന താന. ഇതാണ് അവിടെ എഴുതി ചേർക്കേണ്ടത്. തന 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 തനു തിന താന. ഇനി അടുത്ത പേജിൽ പറവകൾ തൂവലുകൾ. ഓരോ പക്ഷികളും പറക്കുന്നതും അവരുടെ തൂവലുകൾ പൊഴിഞ്ഞ് താഴെ വീഴുന്നതുമാണ് ചിത്രത്തിൽ കാണുന്നത്. അവിടെ 4 കുട്ടികളും നിൽക്കുന്നുണ്ട്. ഇനി ഓരോ തൂവലുകളും അതാത് പക്ഷികളുടെ നേരെ വരച്ച് യോജിപ്പിക്കുക. തത്തയുടെ 2 തൂവലുകളാണ് പച്ച നിറത്തിലുള്ളത്. കാക്കയുടെ കറുത്ത തൂവലുകൾ. പ്രാവിൻ്റെ വെള്ള തൂവലിന് നേരെ അവർ കുത്തുകൾ കൊണ്ട് വരച്ചിട്ടുണ്ട്. അടുത്ത പേജിൽ പറവകൾ പാറി പറവകൾ പാടി എന്ന് നൽകിയിട്ടുണ്ട്. കുട്ടികൾ പറയുന്നു തനു തിന തനു തിന തൂവലുത. തനു തിന തനു തിന തൂവലുത. അവിടെ പരുന്ത്, മൂങ്ങ, പൊന്മാൻ, മയിൽ എന്നീ പക്ഷികളാണുള്ളത്. ഇവരുടെ തൂവലുകൾക്ക് നേരെ വരച്ചു ചേർക്കുക. ഇതാണ് ഈ പേജിൽ ചെയ്യാനുള്ള പ്രവർത്തനം. ഇതിൻ്റെ തുടർച്ചയായി പക്ഷികളെ നിരീക്ഷിക്കാനും പക്ഷിത്തൂവലുകൾ ശേഖരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ പക്ഷിയുടെയും ചുണ്ടിൻ്റെയും കാലിൻ്റെയും പ്രത്യേകതകൾ കുട്ടികൾ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യൂണിറ്റിൽ മുട്ടത്തോടുകൾ കുട്ടികൾ ക്ലാസ്സിൽ ശേഖരിച്ചു കൊണ്ടുവരികയും അവയ്ക്ക് നിറം നൽകി ഭംഗിയാക്കുകയും ക്ലാസ്സിൽ അലങ്കരിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് മറ്റൊരു പ്രവർത്തനം. കുട്ടികൾ ഇത് സ്വയമായി നിറം നൽകി ക്ലാസ്സുകൾ അലങ്കരിക്കാൻ ഉപയോഗിക്കാം. പിന്നീട് കുട്ടികൾ മുട്ട വെച്ചുള്ള ഒരു പരീക്ഷണമാണ് ചെയ്യുന്നത്. കുപ്പിയുടെ 4 അടപ്പുകൾ എടുത്ത ശേഷം മുട്ടത്തോട് അതിൽ കമഴ്ത്തി വയ്ക്കുന്നു. ഇത് ഡെസ്കിൽ വെച്ച ശേഷം പുസ്തകങ്ങൾ കുട്ടികൾ മുട്ടത്തോടുകൾക്ക് മുകളിൽ വയ്ക്കുന്നു. ഭാരം കൂടുന്തോറും കുട്ടികൾ അത് പൊട്ടുമോ പൊട്ടില്ലയോ എന്ന് അഭിപ്രായം പറയുന്നു, അവരുടെ ഊഹം പറയുന്നു. കുറേ വെച്ചതിന് ശേഷം മാത്രമാണ് പൊട്ടുന്നത് എന്ന് കുട്ടികൾ
പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കുന്നു.